നിങ്ങൾ എന്തിനാ ഇത്ര സെന്റിമെന്റിലാവുന്നേ? ഏതായാലും ചെവി ചവിട്ടി, ഇനി തെറിപ്പിക്കാതെ. വരൂ, നമുക്ക് പോവാം. വരുന്നേ, പ്ലീസ്. Come on. ഊണ് വിളമ്പിച്ചിരിക്കുക. എനിക്കിന്നെന്താ ഊണ് വേണ്ട. എന്ത് പറ്റി? ഒന്നുമില്ല. ഒന്നും കഴിക്കാതെ എങ്ങനെ? ഒരു ഗ്ലാസ് ജ്യൂസേലും കുടിക്കും. എന്താളിയാ ഇരുട്ടത്തിനും താമസിയാണോ? നല്ല വാർത്ത. നീ ലൈറ്റ് ഓഫ്. ചുമ്മാ ഇരുട്ടത്തിരിക്കാന്ന് പറഞ്ഞ എന്ത് ബോർ ഏർപ്പാടാ. നീ ലൈറ്റ് അണക്കി ദാസേ. ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കും കഴിച്ചല്ലോ. നീ ഫിറ്റാ? ബാലു, നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ നീ ഒരുമാതിരി? ദാസേ, ഞാനിന്ന് കമ്പനിക്ക് പറ്റിയ മൂഡിലല്ല. എനിക്ക് കുറച്ചൊരു ഒറ്റയ്ക്കിരിക്കണം, പ്ലീസ്. സോറി. ഗുഡ് നൈറ്റ്. എത്ര നാളായാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ? എത്ര മിനിറ്റ് എടുത്തു? 4 മിനിറ്റ്. 4 മിനിറ്റോ? ഇത് ഓവർ ഡെവലപ്പ് ചെയ്ത് നാശമാക്കിയിരിക്കുകയാണ്. ഇയാൾ പോയോ? പോയി സാർ. ഫെറോസൈനയുടെ അയക്കാൻ ഫോൺ ചെയ്തോ? ഇല്ല. പോയി ചെയ്യ്. ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും നോക്കിയിരിക്കാൻ എനിക്ക് ആയെന്ന് വരില്ല. നിങ്ങൾക്ക് കുറച്ച് ചുമതലാബോധം വേണം. എന്നെ പറഞ്ഞ ചീത്തയാക്കരുത്. പോ. എന്താണോ കാലത്തെ ചൂടാകുന്നത്? എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കുക? ഒരെണ്ണത്തിനില്ല ഉത്തരവാദിത്തം. എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ പോകണം. പോട്ടെ, കിട്ടുക. നിനക്ക് എങ്ങനെ പറയാം? ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും. അവിടെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ആരാ? രേഖയാ. ഹലോ. ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. ഞാൻ കൃഷ്ണനുണ്ണിയാ. ഓക്കെ, വന്നാ വിളിക്കാൻ പറയാം. ബാലു, നീ ഒരു നല്ല ക്രാഫ്റ്റ്സ്മാനാണ്, വിവരമുള്ളവനാണ്, അന്തസ്സുള്ളവനാണ് എന്നൊക്കെയാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരിക്കാം. നിന്റെ ഫിലോസഫിക്ക് ഇതൊക്കെ ചേരുന്നതായിരിക്കാം. പക്ഷെ നശിക്കുന്നത് സെന്റിമെന്റിലെ ഒരു കുടുംബമാണ്. എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. എന്റെ ക്വാളിറ്റിയും ദൗർബല്യവും എല്ലാം ചേർന്നതാണ് എന്റെ ഇൻഡിവിജ്വാലിറ്റി. ഞാൻ ആരെയും വലയിട്ട് പിടിച്ചിട്ടില്ല.
ഒരു കുടുംബവും തകർക്കാനും ശ്രമിച്ചിട്ടില്ല. പിന്നെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള നിന്റെ ധാരണകൾ നിന്നെ തന്നെ അപകടത്തിലാക്കും. അന്ന് എല്ലാം അറിഞ്ഞിരുന്നിട്ടും നിന്റെ സുഹൃത്തായ ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. വല്ലപ്പോഴും സൗകര്യമുണ്ടെങ്കിൽ ഈ ഉണ്ണി ഓർക്കാൻ ശ്രമിക്കുക. ഒരു സിഗരറ്റ് എടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബാലു ഉണ്ടോ? എവിടെ? അകത്തുണ്ട്, വിളിക്കാം. വേണ്ട, ഞാൻ കണ്ടോളാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ 2-3 തവണ വിളിച്ചിരുന്നു. അത് വേണ്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള ഈ വരവ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പ്രേരണ ആരുടേതായിരുന്നാലും സി ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. അതുകൊണ്ട് പ്ലീസ് ഗോ ബാക്ക്, പ്ലീസ്. അദ്ദേഹം വരുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനാവില്ല. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. രേഖ, നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പരസ്പരം തോന്നുന്ന ഈ അടുപ്പം, താല്പര്യം ചിലപ്പോൾ ഒരു ബന്ധമായി വളർന്നേക്കാം. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കും, പ്ലീസ്. ഈ ബന്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അതിലും വലിയ തെറ്റാണ്, സംശയമില്ല. ഇറ്റ്സ് ഷുവർ. ഐ എം സോറി. Mr. Jim, what is the oil position? It's okay. Is it enough? Yeah. Right. So, see you. Have a nice day, Captain. Mr. Jim, ask Stephen to load the pipes in hatch number 2. I'll tell him, Captain. Bye. But hi. Stefan. ശങ്കര, ലഗേജ് ഒക്കെ അടുത്ത ബോട്ടിൽ വരും. അതിലൊരു വലിയ ഫ്ലാസ്ക് ഉണ്ട്, സൂക്ഷിക്കണം കേട്ടോ. ഞാനിപ്പോ ഒരു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ, അതുകൊണ്ടാവും പോർട്ടിൽ വരാതിരുന്നത്. ഹൗ ഇസ് ബിജു? നന്നായി പഠിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റുമെന്ന് തീരെ കരുതിയല്ല. പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരാഴ്ചത്തെ സ്റ്റേ കിട്ടി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഏയ്, ഒന്നുമില്ല. ഇത് ബിജുവിനുള്ളതാ.